ആദ്യം തന്നെ ഇന്നീ പരിശുദ്ധ ബലിവേദിയിൽ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാനും ഒരായിരം നന്ദി. എൻ്റെ പേര് ടിൻസി. ഞാൻ ചമ്പക്കുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ സെൻറ്റ് മേരീസ് ബസിലിക്ക ഇടവങ്കാണ്. ഞാൻ ഇവിടെ 2024 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. പക്ഷേ എൻ്റെ അമ്മ 2019 തൊട്ട് ഉടമ്പടി എടുത്തിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ അമ്മ ഏറ്റവും പ്രാധാന്യമായിട്ട് ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗം എൻ്റെ പഠനത്തോടൊപ്പം എനിക്കൊരു ജോലിയുമായിരുന്നു. 2020 BSc സുവോളജി ഞാൻ പാസ് ഔട്ടായി കഴിഞ്ഞിട്ട് എനിക്ക് മുൻപോട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് കോഴ്സ് പഠിക്കണം, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ടൊരു വഴി പറഞ്ഞു തരാൻ ആരും കാണത്തില്ല. ആ ഒരു അവസ്ഥ അനുഭവിച്ച ഒരുപാട് പേര് ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം അല്ലെ എന്ത് പഠിക്കണം, ഒരു കോഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് അത് ജോലി ഇല്ലാതിരിക്കേണ്ടി വരുമോ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ നേരിട്ടിട്ടോണ്ടിരിക്കുന്ന സമയമായിരിക്കും ഓരോ പിള്ളേരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണം എന്നെനിക്കറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരിയാണ് എന്നോട് പറഞ്ഞത്, ഓക്കെ എടി നമുക്കൊരു കാര്യം ചെയ്യാം, MHA എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്, നമുക്ക് അത് പോയി അപ്ലൈ ചെയ്താലോ എന്ന് വിചാരിച്ച്. അപ്പം ഈ സമയത്തൊക്കെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി, ഞാൻ പ്രാർത്ഥിക്കുന്നില്ലായിരുന്നെങ്കിൽ പോലും എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ മുൻപിൽ കരഞ്ഞ് മുട്ടുകുത്തി കരഞ്ഞ് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ. അതേ തുടർന്ന് ഞാൻ MHAക്ക് വേണ്ടിയിട്ട് പോയി ആപ്ലിക്കേഷൻ ഇട്ടുവെങ്കിലും എനിക്ക് മനസ്സിൽ ആർമി എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പം ആർമിക്ക് പോകണോ അതോ രണ്ടിടത്തും ഞാൻ ഒരേ സമയം ആപ്ലിക്കേഷൻ ഇട്ടു. ഒന്നെങ്കിൽ ആർമിക്ക് പോകാം, ഇല്ലെങ്കിൽ MHA എന്നുള്ള കോഴ്സിന് എടുക്കാം. പക്ഷേ എല്ലാവരും എല്ലാ ഭാഗത്തും കയറി, കൂടെ പഠിച്ചവരൊക്കെ പല ഉപരിപഠനത്തിന് കയറി. അപ്പോഴും എനിക്കൊന്നും ആയില്ല. മുൻപോട്ട് എന്ത് ചെയ്യണം, എനിക്കൊന്നും ആയില്ലല്ലോ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ റിസൾട്ടും വന്നിട്ടില്ല, വേറൊരു കോഴ്സിനാണ് അപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയാതിരുന്നപ്പം മാനസികമായിട്ട് ഭയങ്കര സമ്മർദ്ദമായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാഞ്ഞിട്ട്. ഞാൻ കൊച്ചിലെ തൊട്ട് ഗായക സംഘത്തിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ഒരു സമയമാകുമ്പോൾ നമുക്ക് തോന്നും, ദൈവമേ നിൻ്റെ മുന്നിൽ ഒരു വേല ചെയ്തുകൊണ്ടിരുന്നവളല്ലേ ഞാൻ, അപ്പം എനിക്കിപ്പോൾ എന്ത് കോഴ്സ് എടുക്കണം അല്ലെ എങ്ങോട്ട് തിരിയണം എന്നറിയാതെ ഞാൻ വിഷമിക്കുന്ന സമയത്ത് എനിക്കൊരു മാർഗം, എനിക്ക് മുന്നോട്ട് എന്താ നീ കാണിച്ചു തരാത്തെ എന്നുള്ളത് പരാതികളായി മാറി. ഞാനപ്പം വീട്ടിൽ ആരുമില്ലാഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ മുറ്റത്ത് കിടന്നിരുന്ന ചരലെടുത്ത് പെറുക്കി എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇട്ടിട്ട് ഞാൻ മുട്ടുകുത്തി കൈവിരിച്ച് കരഞ്ഞൊരു നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ദൈവമേ ഞാൻ നിൻ്റെ മുൻപിൽ ഇത്രയും നാൾ ഞാൻ പാടി നിനക്ക് വേണ്ടി ഗാനം ആലപിച്ചവളാണ്, എനിക്കൊരു വഴി കണ്ടെത്തണം. അതേസമയം എൻ്റെ അമ്മയെ അന്ന് രാത്രി എന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അമ്മ നിനക്കൊരു വഴി കാണിച്ചു തരും, നീ അതുകൊണ്ട് ഒന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, നിനക്കൊരു വഴി, മാതാവ് തരുന്ന വഴി ഒരിക്കലും നിനക്ക് മോശമായിരിക്കില്ല, നിനക്ക് വേണ്ടത് വഴി മാതാവ് നിനക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട്, അപ്പോഴും എനിക്കറിയത്തില്ല ആർമി വേണോ MHA വേണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ശേഷം ടോസ് ഇട്ടാണ് എനിക്കറിയത്തില്ല ഇത് എത്ര പേര് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു പേപ്പർ എടുത്ത് ഒരു സൈഡിൽ MHA ഒരു സൈഡ് ആർമി എന്ന് എഴുതി. അങ്ങനെ ഞാൻ ടോസ് ഇട്ടപ്പോൾ 3 തവണയും എനിക്ക് MHA എന്നുള്ള കോഴ്സാണ് വേണേ. ഈ ടോസ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ആർമിയുടെ ഇതിനകത്തുനിന്ന് നോട്ടിഫിക്കേഷൻ വന്നു, എൻ്റെ ആർമിയുടെ ഇത് ക്യാൻസലായി, ഞാനതിന് എലിജിബിൾ അല്ല എന്നുള്ള രീതിയിൽ ആ നിമിഷ നേരം തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ അവസാനം ഞാൻ MHAക്ക് അപ്ലൈ ചെയ്തു. MHAക്ക് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടി പോയി അപ്ലൈ ചെയ്തു. അവസാനം അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോഴും അമ്മ നല്ലോണം കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, എൻ്റെ ഒരു കുഞ്ഞൊരു വഴി കാണിച്ചു കൊടുക്കണം, അവൾക്ക് ഏത് വഴിയാണ് തിരഞ്ഞെടുക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷെ അമ്മേ നീ അവൾക്കൊരു വഴി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് എനിക്ക് അവിടെ അത്രയും വലിയൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയെങ്കിലും ആദ്യത്തെ ഒരു 1.5 മാസം എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നൊരു കൊച്ചാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫുൾ ഇംഗ്ലീഷ്, കന്നഡ, ഒന്നും പഠിപ്പിക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല, ആരോട് ചോദിക്കണം, എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ല. ആദ്യത്തെ ഒരു കുറച്ച് സമയമൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാട്ടിലും ഉപരി കാണാതെ പഠിക്കാൻ തുടങ്ങി. ആദ്യത്തെ 1.5 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്മേനെ വിളിച്ച് പറയും, അമ്മ എനിക്ക് പറ്റുന്നില്ല, ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല, ഞാൻ കോഴ്സ് നിർത്തിയിട്ട് ഞാൻ തിരിച്ച് പോരട്ടെ, എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അമ്മ പറയും,
നീ വിഷമിക്കേണ്ട, അമ്മ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി അമ്മ ഒരു മാർഗം കണ്ടുപിടിക്കും, അമ്മ നിന്നെ കൂടെ ഉണ്ടാകും, നിന്നെ ചേർത്ത് പിടിക്കും, നീ സങ്കടപ്പെടേണ്ട. അങ്ങനെ എൻ്റെ അമ്മ മാതാവിൻ്റെ മുൻപിൽ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ഫലമായി ആദ്യത്തെ ഒരു സെമ്മ് ബിയും B+ഓടെയും കൂടി പാസ്സായ ഞാൻ അവസാനം അവിടുന്ന് പഠിച്ചിറങ്ങിയത് ഡിസ്റ്റിങ്ഷനോടെയാണ്. അങ്ങനെ ഞാൻ അവിടെ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. അടുത്ത എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി, ഇനി ജോലിക്ക് എവിടെ പോകും, എന്ത് ചെയ്യും, ഏത് ജോലി തപ്പണം, അവിടെ തന്നെ നോക്കണോ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കണോ, ശമ്പളം കുറവായിരിക്കുമോ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തിരുന്ന അതേ കോളേജിൽ സെൻറ്റ് ജോൺസിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. അവിടെ തന്നെയാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തത്. ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മാനേജർ, ഞാൻ ചെയ്തിരുന്നോണ്ടിരുന്ന ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ മാനേജർ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, ഇവിടെ വേക്കൻസി ഉണ്ട്, നീ അപ്ലൈ ചെയ്യുന്നോ, നിൻ്റെ വർക്കൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നീ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അപ്ലൈ ചെയ്തിട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതേ തുടർന്ന് ഞാൻ അവിടെ തന്നെ 3 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു. അവിടെ അതെല്ലാം ഇപ്പം പിന്നിൽ മുന്നോട്ട് ഞാനിപ്പോൾ പുറകോട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും മാതാവ് എന്നെ ഇതിനെല്ലാം ഒരുക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. അന്നെല്ലാം എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ ഒരു ഉടമ്പടിക്കാട്ടെ എടുക്കുകയാട്ടെ വന്നു പോകുന്നു പ്രാർത്ഥിക്കുന്നു, അങ്ങനെ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിന് ശേഷം അമ്മ പറഞ്ഞു, ജോലി ആയെങ്കിലും ഒരു വിദേശത്ത് ഒരു ജോലി, എൻ്റെ സാമ്പത്തിക സമ്മർദ്ദം എല്ലാം കാരണം ലോണ് കാര്യങ്ങളെല്ലാം അടയ്ക്കാനുണ്ട്, ഒരു വിദേശത്ത് ഒരു ജോലി എനിക്ക് എൻ്റെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കണേ എന്ന് വിചാരിച്ച് അമ്മ ഒരുപാട് നാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതേ തുടർന്ന് അമ്മയോട് പറഞ്ഞു, ശരി, ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല, നീ വന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് നീ പ്രാർത്ഥിക്കണം, ഞാൻ പ്രാർത്ഥിക്കുന്നതിന് എനിക്കൊരു പരിധിയുണ്ട്, ഞാനല്ല, നീയും വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഇവിടെ കൃപാസനം എന്ന് പറയുമ്പോൾ വരും പ്രാർത്ഥിക്കുകയും പോകുന്നല്ലാതെ എനിക്ക് ആ ഒരു വിശ്വാസം, ഈ പ്രായത്തിലുള്ളവർക്കറിയാം, ഇതേ ഒരു ചോരത്തിളപ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉടമ്പടി പ്രാർത്ഥന ഓക്കെ, പത്രവിതരണമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ എന്തിനാണ്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നൊരു സമയം. ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ എപ്പോഴും ചിന്തിക്കും, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, എന്തിനാ ഈ പത്രവിതരണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ 2024 അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ മനസ്സില്ലാ മനസ്സോടെയാണ്. ഒന്നാമത്തെ കാര്യം, രാവിലെ എഴുന്നേൽക്കണമല്ലോ, ഉറക്കം പോകണമല്ലോ, ജോലിക്ക് പോകണമല്ലോ, ഉറക്കം പോകില്ലോ എന്നൊക്കെ മനസ്സില്ലാ മനസ്സോടെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അങ്ങനെ 2024 ഉടമ്പടിക്ക് ഞാൻ വന്നു. അവസാനം ക്ലാസ്സൊക്കെ കൂടിയപ്പോൾ എനിക്കിഷ്ടമായി, പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്ത പതുക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ നടന്നാൽ പോരാ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം, അപ്പം എനിക്ക് പരിശുദ്ധ അമ്മയോട് കൂടുതൽ അടുക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ഉടമ്പടി നിയോഗത്തിനകത്ത് ഞാൻ ആദ്യത്തേത് ആത്മീയ വിശുദ്ധിക്കും ആത്മീയമായ വളർച്ചയ്ക്കും പ്രാർത്ഥനയ്ക്കും എഴുതിയെങ്കിലും രണ്ടാമത് ഞാൻ ആദ്യം എഴുതിയത് എനിക്ക് നല്ലൊരു വിദേശത്ത് നല്ലൊരു ജോലിക്കുള്ളൊരു മാർഗം കണ്ടെത്തി തരണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഓഗസ്റ്റിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതേ തുടർന്ന് ഒക്ടോബർ ആയപ്പോഴത്തേക്കും എനിക്ക് വിദേശത്ത് സൗദിയിൽ ഒരു ജോലി ലഭിക്കുകയുണ്ടായി. അതും ഞാൻ ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അറിയാം, വിദേശത്ത് ഒരു ജോലി ലഭിക്കണമെങ്കിൽ എന്തൊക്കെ പരീക്ഷകൾ എഴുതണം, എന്തൊക്കെ കടമ്പകൾ കടക്കണം. ഞാനൊരു പരീക്ഷ എഴുതിയിട്ടില്ല, ഞാൻ എൻ്റെ ഒരു CV ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ഇതൊന്നുമില്ലാതെ മൂന്നാമതൊരാളിലൂടെ അമ്മ മാതാവ് എനിക്കൊരു വഴി കണ്ടെത്തി തന്നു. അങ്ങനെ ഞാനൊരു ആശുപത്രിയിലോട്ട് കോൺടാക്റ്റ് ചെയ്തു. ആ കോൺടാക്റ്റിലൂടെ അത് കഴിഞ്ഞതിന് ശേഷം അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഏകദേശം 6-7 മാസത്തോളം എനിക്ക് ഡിലേ വന്നു. അപ്പം എൻ്റെ ഉടമ്പടി തീർന്ന സമയമായിരുന്നു. പക്ഷേ ഞാൻ കർണാടകയിൽ ബാംഗ്ലൂരിലായത് കാരണം എനിക്ക് വരാനോ ഉടമ്പടി പുതുക്കാനോ എപ്പോഴും ഒന്നും പറ്റില്ല. പിന്നെ വന്നപ്പോൾ ഫുൾ തടസ്സങ്ങളായി. പിന്നെ എനിക്ക് അങ്ങോട്ട് ഉടമ്പടി പുതുക്കാനും പറ്റുന്നില്ല, മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പതുക്കെ ഞാൻ കുറച്ചൊന്ന് ഉഴപ്പാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ അവസരങ്ങൾ പോലും എനിക്ക് താമസങ്ങളും തടസ്സങ്ങളുമായി തുടങ്ങി. അങ്ങനെ കാരണം അവിടെ ജോലിക്ക് നിന്ന സമയത്തൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങും, സൗദിയിൽ വന്നതല്ലേ, പിന്നെ എന്താ പോകാൻ പറ്റാഞ്ഞേ. നമുക്ക് അതടുത്തൊരു മാനസിക സമ്മർദ്ദമായി. കാരണം നമ്മൾ അങ്ങനെ നിന്നിട്ട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, അയ്യോ അവൾ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയില്ലല്ലോ. അവസാനമായപ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, എനിക്കിനി മുന്നോട്ടൊന്നുമില്ല, ഇത് പോകാൻ പറ്റുന്നില്ല, എൻ്റെ കടങ്ങൾ വീടണം, എൻ്റെ വീട് എനിക്കൊരു വഴിയില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം ഞാൻ മാതാവിൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്കൊക്കെ പോയി പള്ളിയിൽ ചില സമയത്ത് ഇരുന്ന് കരയും.
പ്രാർത്ഥനകൾ ആ സമയത്ത് വരില്ല, പക്ഷേ കണ്ണുനീര് ചില സമയത്ത് എൻ്റെ പ്രാർത്ഥനകളായിട്ട് എനിക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പം അവസാനം ഞാൻ എന്നാൽ ഉടമ്പടി രണ്ടും കൽപ്പിച്ച് എനിക്ക് പ്രാർത്ഥിച്ചേ മതിയാവൂ, ഇനി പഴയ ലൈഫ് എനിക്ക് വേണം, അതുപോലെ എനിക്ക് വീണ്ടും പ്രാർത്ഥിക്കണം, ഇനി ഉടമ്പടി ഉഴപ്പാതാണെങ്കിലും എനിക്ക് വീണ്ടും തുടർന്ന് അമ്മ മാതാവിനോട് സ്നേഹിക്കണം, അമ്മയുടെ തണലിൽ തന്നെ ആയിരിക്കണം എന്നുള്ള വാശിയോടുകൂടി ഏപ്രിൽ, ഈ കഴിഞ്ഞ 2026 ഏപ്രിൽ മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വീണ്ടും പുതുക്കി. രണ്ടാമത്തെ തവണ ഞാൻ പുതുക്കി. അതിൽ ഞാൻ ആദ്യം വെച്ച നിയോഗം, എൻ്റെ ഈ തടസ്സങ്ങൾ, എനിക്ക് സൗദിയിൽ ജോലി ലഭിച്ചിട്ടും ഒരു 6 മാസക്കാലം എനിക്ക് പേപ്പറുകളൊന്നും വരുന്നില്ല. പേപ്പറുകൾ വരാതെ തടസ്സങ്ങൾ മാറി മെയ് 30 എന്നുള്ളൊരു ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, എനിക്ക് മെയ് 30 മുന്നേ എനിക്ക് ഈ പോകാനുള്ള മാർഗങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരുവാണെങ്കിൽ നിൻ്റെ നടയിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാവെന്ന് എഴുതി പ്രാർത്ഥിച്ചതിനെ തുടർന്ന് എനിക്ക് കിട്ടാതെ കടന്നിരുന്ന പേപ്പറുകളെല്ലാം എനിക്ക് പതുക്കെ ശരിയായി തുടങ്ങി. പ്രാർത്ഥിക്കാൻ എന്ന് ഞാൻ ആരംഭിച്ചു അന്ന് തൊട്ട് എൻ്റെ പ്രാർത്ഥനകൾ, എന്ന് ഞാൻ ഉറക്കെ അമ്മയുടെ മുന്നിൽ കരഞ്ഞു അന്ന് തൊട്ട് എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ശരിയാകാൻ തുടങ്ങി. മെയ് 30 എന്നുള്ള ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മെയ് 7 ഞാൻ മെഡിക്കൽ എടുത്തു. മെയ് 13 ഞാൻ ബയോമെട്രിക്സ് പൂർത്തിയാക്കി, എൻ്റെ ഡോക്യുമെൻസിൻ്റെ എല്ലാം പൂർത്തിയാക്കി. മെയ് 26 എനിക്ക് എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. സൗദിയിലോട്ട് പോകാനുള്ള വിസ ഉൾപ്പെടെ മെയ് 20 ഞാൻ പറഞ്ഞു വെച്ച ഡേറ്റിനെക്കാട്ടിലും 4 ദിവസം മുന്നേ എൻ്റെ അമ്മമാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. ഇപ്പം ഞാൻ അടുത്ത ആഴ്ച സൗദിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. 1000 നന്ദി, എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അതുപോലുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ ആത്മീയ വളർച്ച, പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയാണ് എല്ലാം. പ്രാർത്ഥനയിലൂടെ പല വഴികളും തുറന്ന് എനിക്ക് എവിടെ നിന്നൊക്കെയാണ് സഹായം വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അതെനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അങ്ങനെ ഒരു അനുഭവം വന്നത്. കാരണം ഞാൻ ഈ HRD പ്രോസസ്സ്, ഈ ഡോക്യുമെൻറ്റേഷൻ വെരിഫിക്കേഷനൊക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണം, ആരോട് ചോദിക്കണമെന്ന് അറിയാതെ വന്ന് അങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന നിമിഷങ്ങളിൽ വഴിയെ പോകുന്നവരൊക്കെ വന്ന് ചോദിക്കും, എന്താ മോളെ ഇതിനു വേണ്ടി വന്നാണോ, എന്നത് ഇങ്ങോട്ട് പോരും, എൻ്റെ കൂടെ പോരും, ഞാൻ ചെയ്തേക്കാം, ഞാൻ ചെയ്തു തന്നേക്കാം, അതിനിപ്പോൾ എന്താണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഏതൊക്കെയോ മനുഷ്യരിലൂടെ എനിക്ക് ഇഷ്ടം പോലെ സഹായം പരിശുദ്ധ അമ്മ എനിക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പോകുന്ന ജോലിയിലാട്ടെ, ഞാൻ വന്ന വഴികളാട്ടെ, അമ്മ എന്നെ കൈ പിടിച്ച് നടത്തിയത് ഇപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വഴികളെല്ലാം പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം കണ്ണുനീരോടെ ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരെയും എനിക്ക് പറയാനുള്ളത്, അത് എൻ്റെ പ്രായത്തിലുള്ള യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. നമ്മുടെ ഒന്നും കണ്ണുനീര് വെറുതെയല്ല. നമ്മുടെ കണ്ണുനീര് സന്തോഷങ്ങളാക്കി മാറ്റുന്ന ഒരു പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മ മാതാവ് ഈ മണ്ണിൽ വന്ന് കാലുകുത്തിയതിന് ശേഷം എനിക്ക് അനുഗ്രഹങ്ങളല്ലാതെ വേദനകൾ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ കണ്ണുനീര് സന്തോഷങ്ങളായിട്ട് മാറുന്ന അതുപോലെ അമ്മ നമ്മളെ മാറ്റും. 1000 നന്ദി. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ആശുപത്രിയിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. രോഗീ സന്ദർശനങ്ങളൊക്കെ എപ്പോഴും ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ അനാഥാലയത്തിൽ അമ്മയും ഞങ്ങളൊക്കെ പോയിട്ട് ഒരു നേരത്തെ ആഹാരങ്ങളൊക്കെ കൊടുക്കും, പത്രവിതരണം നടത്തിയിട്ടുണ്ട്, പരിശുദ്ധ കുർബാന എപ്പോഴും കാണുമായിരുന്നു. അങ്ങനെ കാരുണ്യപ്രവർത്തികളും നിബന്ധനകളും ഞാൻ പാലിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പം 1000 നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ടിൻസി തോമസ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ തൻ്റെ ജീവിതത്തിൽ ഏതാണ് ഉചിതമായ മാർഗമെന്ന് തിരഞ്ഞെടുക്കുവാനും ആ മാർഗം പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുത്തുകയും അതിലൂടെ തന്നെ തനിക്ക് പഠിക്കുവാനും ആ പഠന മേഖലയോട് ചേർന്നുകൊണ്ട് തന്നെ തനിക്കൊരു ജോലി ലഭിക്കുകയൊക്കെ ചെയ്തു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയോട് ചേർന്നുകൊണ്ട്, ഉടമ്പടി പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ക്രമപ്പെടുത്തുവാനും ദീപിക സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകൾക്ക് ജീവിക്കുവാനും സാധിക്കും. ഈ മകളുടെ അമ്മയുടെ ഉടമ്പടിയിലാണ് ഈ മകളുടെ സാക്ഷ്യം കൂടുതലായിട്ട് വ്യക്തമാകുക.
അതോട് ചേർന്നുകൊണ്ട് തൻ്റെ തന്നെ ജീവിതത്തെ തന്നെ പൂർണ്ണമായിട്ടും ഉടമ്പയോട് ചേർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർത്തുകൊണ്ട് തൻ്റെ ജീവിതത്തെ പ്രാർത്ഥനയിൽ കൂടുതൽ ക്രമപ്പെടുത്തുകയും ആത്മീയ ജീവിതമാണ്, പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഈ മകൾ കടന്നു വരികയും ചെയ്തു. ഇനിയും താരയ്ക്ക് മുമ്പിൽ തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഇനിയും തുടർന്നുള്ള തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെ മാറ്റട്ടെ എന്നും ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറാൻ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.